മമ്മി അയാളുടെ നന്മ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അയാളത് ബോധപൂർവം പെർഫോം ചെയ്യുന്നതാ. ആക്ച്വലി ഹി ഈസ് ചീറ്റിംഗ്. അങ്ങനെയൊന്നും പറയരുത് മാഡം. പിന്നെ എങ്ങനെയാ പറയേണ്ടത്? എന്നോട് അയാൾ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. സിത്താരയുടെ മകൾ ഗാഥ ശ്രീനിവാസനെ അയാൾക്ക് നന്നായിട്ട് അറിയാന്ന്. സോഷ്യൽ മീഡിയയിലെ എന്റെ ആക്ടിവിറ്റിയും വിശേഷങ്ങളും വരെ അയാൾ എന്നോട് പറഞ്ഞു. അത്രയും തിരിച്ചറിവുള്ള ഒരാൾക്ക് ടെക്സ്റ്റൈൽസിൽ ഉണ്ടായ വഴക്കിൽ എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ലേ? മോളെ, അത് ചിലപ്പം അയാൾക്ക്... മമ്മി അയാളുടെ തിരക്കിനെ കുറിച്ച് എന്നോട് പറയരുത്. അയാൾ ഈ വിവാഹത്തിന് സമ്മതിച്ചതിന്റെ ഒരേ ഒരു കാരണം മമ്മിയുടെ സമ്പത്താ. അത് എന്നിലൂടെ അയാളിലേക്ക് ചെന്ന് ചേരുന്നുള്ള അയാളുടെ ബിസിനസ് ബുദ്ധി. പക്ഷെ എന്നെ ചീത്ത വിളിച്ച ഒരാളെ, ആൾക്കൂട്ടത്തിനിടയിൽ എന്നെ അപമാനിച്ച ഒരാളെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്ക് അയാൾ എന്റെ ശത്രുവാ. എന്നെങ്കിലും ഒരിക്കൽ കണക്ക് തീർക്കാനുള്ള ശത്രു. അല്ല മാഡം, എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? മാരേജ് ആയിരുന്നെങ്കിലോ ചേച്ചി കഴിഞ്ഞിരുന്നത്? മകളെ മാരേജ് ചെയ്തിരിക്കുന്ന ഒരാൾ കുറ്റവാളിയാണെന്നറിഞ്ഞാൽ അച്ഛനമ്മമാർ അത് തിരുത്തില്ലേ? അതോ വിവാഹം കഴിഞ്ഞെന്ന ഒറ്റ കാരണം കൊണ്ട് മകളുടെ ഭാവി നോക്കാതെ അയാൾക്ക് വിട്ടുകൊടുക്കോ? മോളെ, നമുക്ക് വേണമെങ്കിൽ നവീനോട് ഒന്നുകൂടെ സംസാരിച്ചിട്ട്... ഓ, എനിക്കൊന്നും സംസാരിക്കാനില്ല എന്റെ മമ്മി. മമ്മി എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ നിമിഷം സ്റ്റോപ്പ് ചെയ്യണം. മമ്മിക്ക് മോളുടെ ഇഷ്ടമാണ് വലുത്. നിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് മമ്മി ഒന്നും ചെയ്യില്ല. നമുക്ക് ഈ ബന്ധം വേണ്ട. മോള് ചെല്ലു. ആ വാ, നാരങ്ങളും കുടിക്കാം. വേണ്ട ചേച്ചി. നീ നിന്റെ നാഗത്തറയില് വിളക്കും കത്തിച്ച് പ്രാർത്ഥിച്ചങ്ങ് ഇരിക്കുകയായിരുന്നല്ലേ? കുറി വന്ന് ചാടിയത് കണ്ടില്ലേ നിനക്ക്? അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോ പ്രാർത്ഥിക്കാണ്ട് പറ്റുമോ? കാശ് എന്നാ തരാ? സാധാരണ എല്ലാവർക്കും 10 ദിവസം കഴിഞ്ഞാ കൊടുക്കാറ്. പക്ഷെ ഇത് തങ്കേച്ചിയുടെ കാര്യല്ലേ, ഒരു 5 ദിവസം. നീ നിന്റെ കാശ് പിടിച്ചോ. അറിഞ്ഞപ്പോ വലിയ സന്തോഷായി ചേച്ചി. അമ്മ വലിയ പ്രതീക്ഷയില. ഈ ചിട്ടി തന്നെ ഒരു വലിയ പ്രതീക്ഷയല്ലേടി മോളെ. ഇതുപോലെ എത്ര പേരുടെ കണ്ണു നിറയുന്ന ഞാൻ കണ്ടതാ. ഇത്തിരിശായി കൂട്ടി വെച്ചിട്ട് ഒത്തിരി ആയിട്ട് കൈ കൊടുക്കുമ്പോ കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും അത് വല്ലാത്തൊരു സുഖ. ചേച്ചി, അടുത്ത തവണ എന്റെ കാര്യം കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഓ, ഞാൻ അറിഞ്ഞു. നിന്റെ ചേച്ചിയുടെ ഭർത്താവ് പിന്നെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അതെ ചേച്ചി, ജയിച്ചിട്ട് കാര്യം വലിയ കഷ്ടത്തിലാ. ആ, ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടി. ഇനിയിപ്പോ 4 തല്ലു കൊടുക്കാന്ന് വിചാരിച്ചാലോ? അതിന്റെ വേദനയും നേരം വെളുക്കുമ്പോ അവൻ മറക്കും. എന്ന് കരുതിയിട്ട് കിട്ടുന്ന കാശ് മുഴുവൻ അവന് കൊടുക്കരുതെന്ന് അച്ഛനോട് പറയണം കേട്ടോ. കൈവിട്ട പോക്കാ. ആ, എന്നാ ഞാൻ പോട്ടടി കൊച്ചേ. ആ ഓട്ടോക്കാരന്മാരുടെ അടുത്തൊരു പിരിവുണ്ട്. സമയത്തിന് ചെന്നില്ലെങ്കിലേ അവന്മാര് ടാറ്റയും കാണിച്ചങ്ങ് പോവും. പോട്ടെ മോളെ. ശരി. മോളെ, എന്താ വായിക്കുന്നേ? ഇതൊരു ത്രില്ലിംഗ് സ്റ്റോറി മമ്മി. ആക്ച്വലി ഇതൊരു പെൺകുട്ടിയുടെ ജേണിയാ. കുട്ടിക്കാലം മുതലേ വെല്ലുവിളികൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി. അവൾക്ക് പ്രായമാവുന്നതിനനുസരിച്ച് അവൾക്ക് മുന്നിലുള്ള ചലഞ്ചസ് വലുതായി വലുതായി വരും. പക്ഷേ ഓരോന്നും അവൾ ഓവർകം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ഇറ്റ്സ് അമേസിംഗ്. ഞാനിപ്പോ പകുതി ആയതേ ഉള്ളൂ. വെല്ലുവിളികളും അതിനെ മറികടക്കലും ഒക്കെ എപ്പോഴും ത്രില്ലിംഗ്. ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് മോളായിരുന്നെങ്കിൽ ഇത്തരം വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കുമായിരുന്നു. വൈ നോട്ട്? എങ്കിൽ മമ്മി ഒരു ചലഞ്ച് പറയട്ടെ. നിനക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഒരു 24 hours സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാ ഇറ്റ്സ് എ ചലഞ്ച്. നിനക്കത് പറ്റുമോ? മമ്മി കാര്യം പറയും. അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായി ആ നവീന്റെ ഭാഗത്തുനിന്ന്. ഒരു 24 hours ഗാഥ ശ്രീനിവാസ് അവന്റെ കൂടെ സ്പെൻഡ് ചെയ്ത ഗാഥയുടെ മനസ്സ് മാറ്റി കാണിക്കുന്നൊക്കെ അയാൾ പറയുന്നത്. അയാളുടെ കാര്യമാണോ? മമ്മിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എനിക്ക് ഒട്ടും താല്പര്യമില്ല. തോക്കുന്നുള്ള പേടി കൊണ്ടാണോ? പേടിയോ? ആർക്ക്? അതും അയാളെ? ആർ യു കിഡിങ്? എങ്കിൽ ചെന്ന് ജയിച്ച് കാണിക്കും. ഈ ചലഞ്ച് മോള് സ്വീകരിച്ചില്ലെങ്കിൽ പേടിച്ചിട്ടാണെന്ന് അയാൾ കരുതും. മാത്രല്ല
ഗാഥ ശ്രീനിവാസിന്റെ മുമ്പിൽ നവീൻ ഗോപാൽ വർമ്മ ഒന്നുമല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയത്. സോ ഞാൻ പോവാം. അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം. അവൻ ഇതുവരെ കണ്ട പെൺകുട്ടികളുടെ കൂട്ടത്തിലല്ല ഗാഥ ശ്രീനിവാസ് എന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കും. മമ്മി വിളിച്ചു പറഞ്ഞോളൂ. അതാണ് എന്റെ മോള്. പെണ്ണ് തോക്കാൻ പാടില്ല. ഗുഡ് നൈറ്റ്. 9 മണിയാ നവീൻ വർമ്മ പറഞ്ഞ സമയം. മോള് റെഡിയല്ലേ? മാഡം, ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. നവീൻ വർമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിലും മാഡത്തിന് അതങ്ങ് ഒഴിവാക്കായിരുന്നു. എന്തിനാ ഒരു റിസ്ക് എടുക്കുന്നു? ഇത് റിസ്ക് ഒന്നും അല്ല സിനി. ചെറിയൊരു ഹൈഡ് ആൻഡ് സീക്ക് കളി. എന്റെ മോളത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും. മറിച്ചാണ് സംഭവിക്കുന്നെങ്കിലും നവീൻ വർമ്മയ്ക്ക് ഗാഥമോളുടെ അഭിപ്രായം മാറ്റിയെടുക്കാൻ പറ്റിയ? അവൻ പ്രൂവ് ചെയ്യട്ടെ. സമ്മാനം ജയിക്കുന്നവർക്കല്ലേ. അങ്ങനെ നവീൻ വർമ്മയ്ക്ക് എന്റെ മോളെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയ സ്വാഭാവികമായും അവര് മടങ്ങുന്നത് ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു തീരുമാനമായിട്ടായിരിക്കുമല്ലോ. മമ്മി, ഐ ആം റെഡി. മമ്മി, ഞാനിനി എന്താ ചെയ്യണ്ടേ? ഈ 24 മണിക്കൂർ കൊണ്ട് നവീൻ ഗോപാൽ വർമ്മയുടെ അഹങ്കാരം മാത്രം കുറച്ചാൽ മതിയോ, അതോ ഇനി ആരെയും വെല്ലുവിളിക്കാത്ത രീതിയിൽ അയാളെ അങ്ങ് പൂർണ്ണമായും ഇല്ലാതാക്കണം? അതൊക്കെ മോളുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം മമ്മി പറയാം. നവീൻ പറഞ്ഞ പോലെ ഈ 24 മണിക്കൂർ കൊണ്ട് അയാളുടെ കാര്യത്തിൽ മോക്കൊരു റീതിങ്കിങ് വന്നാ? നെവർ. ഞാൻ ഈ ചലഞ്ച് സ്വീകരിച്ചത് ജയിക്കാൻ വേണ്ടി തന്നെയാ. ആൻഡ് ഗാഥ ശ്രീനിവാസിന് ഒരു ഓൾ ദി ബെസ്റ്റ് പറയാം. ഓൾ ദി ബെസ്റ്റ് മൈ ഡാർലിംഗ്. ദെൻ ഓക്കെ. മമ്മിക്ക് ഒരു നല്ല വാർത്തയുമായിട്ടെ ആഫ്റ്റർ 24 hours ഞാൻ തിരിച്ചെത്തും. അപ്പൊ ബൈ. ബൈ.